ആര്യ, ഇതെന്റെ ഭാര്യ മറിയ. ഞങ്ങൾക്ക് 4 മക്കൾ. സ്നേഹവാത്സല്യത്തോടെ ഞങ്ങൾ അവരെ വളർത്തി ആവശ്യത്തിന് വിദ്യാഭ്യാസവും നൽകി നല്ല ജോലിക്കാരാക്കി. മൂത്ത മകൻ അപ്പച്ചൻ, രണ്ടാമത്തെ മകൻ വർഗീസ്, മൂന്നാമത്തെ മകൻ ജോസൂട്ടി, പിന്നെ 4-ാമൻ അവൻ ദൈവവിളി കേട്ടുപോയി. അവന്റെ പേര് തോമസ് ഊട്ടി. സമയാസമയങ്ങളിൽ 3 പേരുടെ വിവാഹവും കഴിഞ്ഞു. തോമസ് ഊട്ടി വൈദികനുമായി. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ അടിച്ചു പൊളിച്ച് മക്കളും കൊച്ചുമക്കളുമായി ജീവിക്കുമ്പോ ഒരു ദിവസം അത് സംഭവിച്ചു. എല്ലാവർക്കും മാതാപിതാക്കളുടെ സ്വത്ത് വേണം. അവർക്ക് ഒരു നേരത്തെ ഭക്ഷണമോ സ്നേഹമോ കൊടുക്കാൻ ആരുമില്ല. ഒന്ന് തിരിഞ്ഞു നോക്കിയോ നിങ്ങൾ? അപ്പച്ചനും അമ്മച്ചിയും ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തിരക്കിയോ നിങ്ങൾ? മക്കളാണ് പോലും മക്കൾ. നിങ്ങളിങ്ങനെ മിണ്ടാതിരുന്നതുകൊണ്ട് ഒരു തീരുമാനം ആവില്ല. തോമസ് ഊട്ടി എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ ഞങ്ങൾ ഒരുക്കമാണെന്ന്. ഞങ്ങളും അതിനൊന്നല്ല വന്നിരിക്കുന്നത്. ഞങ്ങളും അത് തന്നെയല്ലേ വന്നത്. നിങ്ങൾ 3 പേരും 10 ദിവസം വീതം അപ്പച്ചനെ അമ്മച്ചിയെ നോക്കിയാൽ പ്രശ്നം തീർന്നില്ലേ? വാ അപ്പച്ച, നമുക്ക് വീട്ടിലേക്ക് പോകാം. വായോ. മോനെ അപ്പച്ച, എന്റെ കണ്ണടയുടെ ചില്ല് 2 പൊട്ടിയടാ. ഒന്ന് മാറ്റിത്താടാ. എന്തെങ്കിലും ഒന്ന് വായിക്കണ്ടേടാ. പിന്നെ വായിച്ചു പഠിച്ച് പരീക്ഷ എഴുതാറുണ്ട്. അവിടെ എല്ലാവരും പോയിരിക്കപ്പാ, ഒരു വായനക്കാരൻ വന്നിരിക്കുന്നു. എന്താ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത്? എന്ത് പറ്റി പഠിക്ക? ഒന്നുമില്ല. അല്ല, ഈ മുതുക്കി ഇവിടെ കുത്തിയിരിക്കുവാണോ? അടുക്കളയിലേക്ക് വാ, അവിടെ 100 കൂട്ടം പണിയുണ്ട്. എനിക്ക് സീരിയല് കാണണം. ഇങ്ങോട്ട് വാന്ന്. മറിയേ, എന്തോ സ്നേഹിച്ചും ലാളിച്ച് നമ്മൾ വളർത്തിയ നമ്മുടെ പൊന്നോമനകൾ ആവതില്ലാത്ത കാലം വന്നപ്പോ പുറക്കാലുകൊണ്ട് തൊഴിക്കുകയാ, മുഖത്ത് കാറിത്തുപ്പുകയാ. കർത്താവേ, എങ്ങനെയാ സഹിക്കുക? ഒന്ന് വിളിച്ചൂടെ നിനക്ക്? മറിയേ, നമ്മളിവിടെ വന്നപ്പോ തുടങ്ങിയ വഴക്ക ഇതിങ്ങനെ പോയാൽ എവിടെ ചെന്ന് അവസാനിക്കും? ഇന്നും കൂടി കഴിഞ്ഞ നമുക്ക് ഇവിടുന്ന് പോകാമല്ലോ. മറിയേ, എന്തോ പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്. വിരുന്നുകാരനെ ഓടിക്കാൻ ഭാര്യയും ഭർത്താവും കൂടി വഴക്ക് കൂടിയ കഥ. മക്കളെ കണ്ടും മാപ്പൂ കണ്ടും കളിക്കരുതെന്നാ കാരണവന്മാര് പറയുന്നത്. നീ എന്റെ കയ്യിൽ മുറുക്ക പിടിച്ചോ. ജീവിതാന്തം വരെ താങ്ങും തണലുമായി ഞാനുണ്ടാവുമ്പടി നിന്റെ കൂടെ. വാ, നമുക്ക് ജോലി കൂട്ടിയുടെ വീട്ടിലേക്ക് പോകാം. ഇനി എന്താണോ നമ്മെ അവിടെ കാത്തിരിക്കുന്നതെന്ന് നോക്കാം. കുട്ടികളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതല്ലേ ഇവരുടെ കൂടെ കളിക്കരുതെന്ന്. I said go inside. കാര്യം എന്താണെന്ന് ഞാൻ ഈ തന്തയോട് പറയണോ? ചുമയും പറയും, ഇല്ലാത്തതൊന്നുമില്ല. എന്റെ കുട്ടികൾക്ക് പകരും ഡേർട്ടി ഫെലോസ്. മാറിക്കോളും, കുഴിയിൽ വെക്കണം. അപ്പച്ചനും അമ്മച്ചിയും ഇവിടെ ഇരിക്കണം. എൻ്റെ 2 ഫ്രണ്ട്സ് വരുന്നുണ്ട്. അവരിൽ കാണാണ്ട് വേഗം കയറിപ്പോ. എന്താടാ ഞങ്ങളെ
അമ്മച്ചിയുടെ ഒരു കാര്യം, അവർ വലിയ ആൾക്കാരാ. അവർ എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി പറയാൻ നിങ്ങൾക്ക് പറ്റില്ല. അവരെന്താണ് മനുഷ്യന്മാരല്ലേ? വായ തുറന്നാൽ മണ്ടത്തരെ പറയൂ. ഒന്ന് കേറി പോവാൻ പാകത്ത്. നിന്റെ അപ്പനും അമ്മയോ? ഏയ്, എൻ്റെ അപ്പനും അമ്മയല്ല, ഇവിടുത്തെ സെർവൻറ്റിൻ്റെ അപ്പനും അമ്മയുമാണ്. എൻ്റെ പേരൻസ് എല്ലാവരും അമേരിക്കയിലാണ്. അപ്പനെയും അമ്മയും ജീവനോടെ അടക്കാൻ കൊതികൊണ്ട് നിൽക്കുന്ന മൃഗമേ, നിന്റെയൊക്കെ കൈ വളരുന്നു കാൽ വളരുന്നു എന്ന് നോക്കി സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയതിന്റെ പ്രതിഫലമാണെന്നോടാ നീ ഇപ്പോൾ നൽകിയത്. ഇവരുടെ കണ്ണിലേക്ക് നോക്കടാ. ആ കണ്ണിൽ നിന്നും ഒഴുകി വരുന്നത് കണ്ണുനീരല്ല, ചോരയാ ചോര. 10 മാസം നിന്നെ ചുമന്ന് വെച്ച വയറിലാണെന്നോടാ നീ ചവിട്ടിയത്. ഇനി ഇവിടെ നിന്നാൽ ഞങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കും. വാടി മറിയാതെ നമുക്ക് പോകാം, നമുക്ക് പോകാം. എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. അപ്പച്ചനും അമ്മച്ചിയും ആദ്യം ഈ ചായ കുടിക്കും. ഞാൻ ഇതവനെ കാണാൻ പാലാ വരെ കൊണ്ടുവരുന്നു. ഉച്ചയ്ക്ക് വല്ലതും കഴിച്ചോ നിങ്ങൾ? എന്ന് ചോദിച്ച ഒന്നും കഴിച്ചില്ല. എന്റെ ദൈവമേ, രാവിലെ മുതൽ പട്ടിണിയായിരുന്നോ? നിങ്ങളെല്ലാവരും എല്ലാം സംബന്ധിച്ച് പോയതല്ലേ? എന്നിട്ടെന്താ അപ്പച്ചനും അമ്മച്ചിക്കും ഒരു തുള്ളി പച്ചവെള്ളം പോലും കൊടുക്കാതെ ഈ പള്ളിമുറ്റത്ത് പട്ടിയെ പോലെ നിർത്തിയത്? ഞാൻ കഴിഞ്ഞ മാസവും ഈ മാസവും കൃത്യമായി 10 ദിവസം വീതം നോക്കിയതാ. ഇന്ന് എൻ്റെ ദിവസമല്ല. ഞാനും 10 ദിവസം നോക്കി. ഇന്ന് എൻ്റെ ദിവസമല്ല. പിന്നെ ഇന്ന് എൻ്റെ ദിവസമാണെന്നാണ് നിങ്ങൾ പറയുന്നത്. കഴിഞ്ഞ 10 ദിവസമായി ഇവർ എൻ്റെ വീട്ടിലായിരുന്നു. ഇന്ന് എൻ്റെ ദിവസമല്ല. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നമ്മുടെ അപ്പച്ചനെ അമ്മച്ചിയെ നോക്കാൻ 10 ദിവസം വീതം നിങ്ങളെ ഏൽപ്പിച്ചപ്പോൾ ഈ 31-ാം തീയതി ഞാൻ മറന്നുപോയി. കഷ്ടം. തോമസ് കുട്ടി മോനെ, നീ വിചാരിച്ചാൽ ഞങ്ങളെ അനാഥാലയത്തിലുമാക്കാൻ കഴിയില്ലേ? എൻ്റെ ചേട്ടന്മാർക്കറിയുമോ എൻ്റെ അപ്പച്ചൻ്റെയും അമ്മച്ചൻ്റെയും കണ്ണീരിൻ്റെ വില? ഒരിക്കൽ നിങ്ങൾ ഇതിന് കണക്ക് പറയേണ്ടി വരും. നിങ്ങൾക്കും മക്കളുണ്ടല്ലോ, നിങ്ങൾക്കും പ്രായമാകും. എന്നും ഇങ്ങനെ ആയിരിക്കും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? തോമസ് കുട്ടി, അവരെ വഴക്ക് പറയണ്ട. അവരുടെ മനസ്സ് വിഷമിക്കും. മറിയേ, നമുക്ക് പോകാം. അപ്പച്ചനും അമ്മച്ചിയും അനാഥാലയത്തിലൊന്നും പോകണ്ട, ഞങ്ങൾ നോക്കിക്കൊള്ളാം. എന്തിനാ നിങ്ങൾ ടൂറിന് പോകുമ്പോൾ അകത്ത് കൂട്ടാനോ, അതോ വേലക്കാരൻ പോലെ പണിയെടുപ്പിക്കാനോ, അതോ കിട്ടിയത് പോരാ എന്ന് പറഞ്ഞ് കഴിച്ചു പിടിച്ച് ഇരിക്കുവാനോ? എന്റെ ചേട്ടന്മാർ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലത്. ആക്ട് 2007 എന്ന ഒരു ആക്ട് ഉണ്ട്. അതനുസരിച്ച് ഒരു പരാതി ഇവർ കൊടുത്താൽ നിങ്ങൾ കോടതി വരാതെ നൽകേണ്ടി വരും. ശിക്ഷയും കിട്ടും. വേണ്ട മോനെ, വേണ്ട. കേസ് കൊടുത്തു നേടേണ്ടതല്ല ഈ സ്നേഹവും സംരക്ഷണവും. ഇതുപോലുള്ള മാതാപിതാക്കൾ ഉള്ളത് കൊണ്ടാണ് മക്കൾ കോടതി കയറാത്തത്. അവരോട് ദൈവം ചോദിച്ചോളും. നമുക്ക് പോകാം. കൂടുമ്പോൾ ഇമ്പമുള്ളതാവണം കുടുംബം. അത് ഭാവി തലമുറയുടെ പരിശീലന കളരിയാണ്. ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിൻ്റെയും പ്രഥമ അധ്യാപകരാണ് മാതാപിതാക്കൾ. അതിനാൽ സ്നേഹത്തിൻ്റെ, വിട്ടുവീഴ്ചയുടെ, സൗഹൃദത്തിൻ്റെ സന്മാതൃകകൾ നൽകാൻ നമ്മുടെ കുടുംബങ്ങൾക്ക് ആവട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ സർവേശ്വരന് ഇടമുണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.